ക്വാളിറ്റി അങ്ങനെ വലിയ വിമർശനം വന്നിരുന്നില്ലേ? അതായത് ധനുഷിന്റെ പാട്ടിന് ക്വാളിറ്റി ഇല്ല, വരികളൊക്കെ ഭയങ്കര ഒരു നിലവാരമില്ല, സാധാരണക്കാർക്ക് ഉള്ള പാട്ടിന്റെ വരികളാണ്. പക്ഷെ ഞാനത് സംഭവം ആർക്കും എഴുതാൻ വരികൾ, ആർക്കും എഴുതാൻ സംഭവം ആർക്കും എഴുതാമെന്ന ആൾക്കാരെന്താണ് എൻ്റെ അടുക്ക പാട്ടുകൾ കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിക്ക് ഇന്ന് മാറ്റാം, കാരണം എൻ്റെ അടുക്ക ഫണ്ട് ഉണ്ട്, എനിക്കിപ്പോൾ നല്ല ലിറിക്സ് ഇറക്കുന്ന വെച്ചാൽ നല്ല അടിപൊളി കണ്ടന്റ് വേണ്ടിക്ക് പറക്കാം. പക്ഷെ ഒരു കാരണവശാലും ഞാൻ ഇപ്പം ഇറക്കിയല്ല. കാരണം അത് അങ്ങനെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാട്ട് ഇറക്കുന്നതാണെങ്കിൽ ഒരു നെഗറ്റീവ് അവിടെ വേണം, എന്നാലേ വേണം. വേണം. നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്, ഇൻ്റർവ്യൂ ചെയ്ത് ഞാൻ സാധാരണ ഒരു സാധനം പറഞ്ഞതിന് ഒരു കണ്ടന്റ് എന്തെങ്കിലും ഞാൻ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉണ്ട്, വ്യൂസ് കയറാൻ ചാൻസ് ഉണ്ട്. കാരണം നെഗറ്റീവ് വന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അത് ഓൾറെഡി ആർക്കും ഗുണമായിരിക്കാണ്, നിങ്ങളെ കമ്പനിക്കാണ്. കാരണം വ്യൂസ് കൂടുമ്പോൾ ഫണ്ട് കിട്ടും. അല്ലാണ്ട് സാധാരണ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ വ്യൂസ് ചിലപ്പോൾ ഡൗൺ ആയിട്ട് നിന്ന കാര്യം കൊണ്ട് നിങ്ങൾക്കും കാര്യമില്ല, പറഞ്ഞു എനിക്കും കാര്യമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ആ മൈൻഡില്ല. അവിടെയാണ് ഞാൻ ഈ ചോദ്യം പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഈ കല്യാണ കുഞ്ഞു പെണ്ണിന്റെ കല്യാണം എന്നുള്ള സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ആളുകളുടെ അഭിനയം ഒരു പൊടിക്കും പ്ലസ്സാണ്. അതായത് സാധാരണ ഒരു ഫിലിം ക്രിട്ടിക് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഫിലിം എന്തൂസിയാസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അതായത് എല്ലാ ആളുകളുടെയും ആക്ഷൻസും ഒരു പൊടിക്ക് പ്ലസ്സാണ്. കുറച്ച് ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നു. ഇത് ബോധപൂർവ്വം ചെയ്യണമാണോ? അത് ഓവർ ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുവിധ ആൾക്കാരൊന്നും ഒരിക്കലും അഭിനേതാവല്ല. ഇപ്പോൾ എന്താ പറയണ്ടേ, ഭയങ്കര ആക്ടിങ് പവർ അല്ല, പാട്ടുകാരാണ് ഒരുവിധ ആൾക്കാർ. അപ്പോൾ നമ്മൾ ഓൾറെഡി അവരെ ആഗ്രഹങ്ങളാണ്, എനിക്കിങ്ങനെ അഭിനയിക്കണം, ഇങ്ങനെ സംഭവമുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്യും. എന്നോട് പാട്ടുകാരെന്നുള്ള ലെവലിൽ അത്യാവശ്യം നല്ല ഫൈമിലുള്ള ആൾക്കാരാണ് അതിൻ്റെ അകത്തിലെ എല്ലാ ആൾക്കാരും. സ്റ്റേജ് മാപ്പിളപ്പാട്ടിൽ നമ്മുടെ നല്ല കഴിവില്ല സിംഗേഴ്സാണ്. കാരണം അതിൻ്റെ അകത്ത് ഓരോ ആൾക്കാർ, ഇപ്പോൾ താജുക്കി ആണെങ്കിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ മൂപ്പറ ക്യാരക്ടർ ഭയങ്കര ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും ഇപ്പോൾ ഗൾഫിലായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ മൂപ്പറപ്പുറം ഞാൻ അധികം നമ്മളെ റൂം താജുഖാൻ്റെ അപ്പുറം അന്നേ റൂമിൽ ഞാൻ കിടക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പറ കോമഡികളും മൂപ്പറ സ്ട്രൈറ്റ് ഫോർവേഡാണ്. എന്ത് കാര്യങ്ങളും എന്നുകൊണ്ട് ഓപ്പണായിട്ട് പറയും, നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇപ്പം ഞാനായാലും ആരായാലും ഒരു സ്നേഹമില്ലതാണ് ആ ഒരു സംഭവം. അപ്പോൾ അത് നമുക്ക് കൂട്ടിക്കാൻ നമുക്ക് കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മൂപ്പറടുത്ത് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും. അതേപോലെ ഇങ്ങേപ്പുറം നോക്കുകയാണെങ്കിൽ ആദിൽ അത്തു അതിൻ്റെ അകത്തിലൊരു സിംഗറാണ്. മൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് പെർഫോമൻസിൽ ഒരു പുലിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മൂപ്പറ ഞാൻ ചിലപ്പോൾ എൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിൽ തന്നെ ചിലപ്പോൾ മൂപ്പറ ശൈലി വരും. പക്ഷെ ഞാനൊരു സമയത്തേക്ക് ചിന്തിക്കണം, ഇത്രയും നല്ലൊരു കഴിവുള്ളൊരു കലാകാരൻ എവിടെയും എത്താണ്ട് പോയത്. പട്ടുമാലും എല്ലാത്തിലും വരുന്നതാണെങ്കിൽ തന്നെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഈ ആൽബം സിംഗേഴ്സ് ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലായി വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടെല്ലാം പോകും. പക്ഷെ ഇവരൊന്നും ചിലപ്പോൾ അങ്ങനെ എടുക്കില്ല. പക്ഷെ നമ്മളെ കാട്ടിയും സ്റ്റേജെല്ലാം അടിച്ച് ഫയറാക്കുന്ന ഒരു സിംഗറാണ്. അന്ന് ഞാൻ വിചാരിച്ചു കുഞ്ഞുവാട കല്യാണത്തിൽ ചിലപ്പം ഇതൊരു ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഫേസ് ഏത് മുഖം പരിചയം എന്നുള്ള സംഭവം. അതേപോലെ നിസാംക്ക അതെന്ന് പറയുകയാണെങ്കിൽ പച്ചപ്പാവ. കാരണം നമ്മൾ നിസാംക്ക ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് സംഭവം, ചെയ്യാൻ പറ്റുമോ, ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റുമോ, ഒരു നോ ഇല്ല. എന്നുകൊണ്ട് അറിയില്ല അതിനെപ്പറ്റി ഫീൽഡിനെ പറ്റി. മൂപ്പറയും ഇതേപോലെ ആക്ടിങ്ങിൽ എന്നുകൊണ്ട് അഭിനയിച്ച് റിഹേഴ്സൽ ഷൂട്ടിങ്ങിൻ്റെ മുന്നേ റിഹേഴ്സൽ ചെയ്യിപ്പിച്ചിട്ട് എന്നുകൊണ്ട് അങ്ങനെയെല്ലാം കൊണ്ടത്. പിന്നെ മൂപ്പറ വൈഫ്, പിന്നെ വൈഫാണ് മെഹറു. മൂപ്പർ എന്താ പറയണ്ടേ ഒരു എനർജിയാണ്. നിസാംക്കാക്ക് ഒരു എനർജിയാണ് മെഹറു. അപ്പോൾ മക്കളായിക്കോട്ടെ ഇവരെല്ലാവരും നമ്മൾ ഈ കുഞ്ഞോട് കല്യാണത്തിൻ്റെ അകത്താണ് അത്തുഖാൻ്റെ മക്കള് കുറേ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സമയത്ത്. പിന്നെ അതിൽ വിസ്മയ എന്നുള്ളൊരു ക്യാരക്ടർ നമ്മളെ സ്റ്റേജ് പ്രോഗ്രാമിൽ പാട്ട് പാടുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഒരു ടീമായിരുന്നു ഒരു സമയം. അത് മാപ്പിളപ്പാട്ടിൽ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് 10 വർഷമായിട്ടുണ്ടാവും. ഒരു കൊല്ലം നമ്മൾ കൊറോണൻ്റെ പോയിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വർഷവും കണ്ടിന്യൂ ആയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, വർക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ്, അതേപോലെ ഈ ഫീൽഡിലെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം ഇപ്പോൾ ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലായിരിക്കും. അവർ ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് ഒരു കൊല്ലം ഔട്ടായി പോകുന്ന ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവരെ നമ്മളൊരു വർക്കിലേക്ക് ഇപ്പം ഞാനായിട്ട് കാസ്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് അവരെന്തായാലും അടുത്ത വർക്കിലേക്ക് പല രീതിയിലും വർക്കിലേക്ക് വരും, ഫിലിമിലേക്ക് വരും. അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുക്കുന്ന ഫിലിമിൽ ഒരുപാട് ആൾക്കാർ എന്നുകൊണ്ട് എൻ്റെ അടുക്ക പ്രൊഡക്ഷൻ കൺട്രോളറെല്ലാം ഈ കുഞ്ഞോടെല്ലാം വർക്കിൽ അഭിനയിച്ച ആൾക്കാരെ ഇതെല്ലാം കോൺടാക്ട് നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഈ വർക്ക് കണ്ടിട്ടാണ് പിന്നെ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് പടത്തിൽ ഇതേപോലെ പല ആൾക്കാരും ആർട്ടിസ്റ്റ്മാരും. അല്ല അവിടെ എല്ലാ റേഞ്ചിലുള്ള ആളുകളുണ്ട്. അതായത് ഇപ്പം ആരെയും കെടുത്തിയോ സംസാരിക്കില്ല. അതായത് വളരെ കണ്ടന്റ്ഫുൾ ആയിട്ട് കണ്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറും ഉണ്ടാവും. ഇപ്പോൾ വനിതയുടെ മുമ്പിൽ വളരെ എന്റർടൈനിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയും നിങ്ങളവിടെ റോപ്പിൻ ചെയ്യും. ഇതിനങ്ങനെ ഒരു മാനദണ്ഡം എന്തെങ്കിലും ഉണ്ടോ?
ഇത് സത്യം പറഞ്ഞാൽ കുഞ്ഞോടെ കല്യാണം എന്നുകൊണ്ട് വർക്കിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യാനായിരുന്നു, സ്റ്റോറിയും സ്ക്രിപ്റ്റും പരിപാടിയല്ല. അപ്പോൾ ഞാനിത് എഴുതുന്ന സമയത്തെ ഓൾറെഡി കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എൻ്റെ ഇടയ്ക്ക് ഒരു വർഷത്തിൽ പ്രോഗ്രാമിന് പോകുന്ന സമയത്തും ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ആ വർക്കിൽ എനിക്ക് ചാൻസ് വേണേ. അതെന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് ആൽബത്തിൽ ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് വർക്കാണ് കുഞ്ഞോടെ കല്യാണം. ഇത്രയും താരങ്ങൾ വെച്ചിട്ടൊന്നും ആരും ചെയ്യൂല എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഫണ്ടർക്ക് ആ ക്യാഷ് റിട്ടേൺ കിട്ടേണ്ടിക്ക് പണിയാണ്. നമുക്ക് പിന്നെ ഒരു ചാനലല്ല 100 ചാനലുള്ളതുകൊണ്ട് ഒരു മെയിൻ ചാനലിൽ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കണ്ടന്റ് നമ്മൾ തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ടിട്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുതലും ലാഭവും എല്ലാം നമ്മളത് ഒരു സമയമാകുമ്പോഴേക്ക് നമ്മളത് പിടിച്ചെടുക്കും. ആ ഒരു ഇത് നമുക്കൊരു ഐഡിയ ഉണ്ട് അതിൻ്റെ ബിസിനസ്സിൻ്റെ. ബാക്കിയുള്ള പ്രൊഡക്ഷൻ കമ്പനിക്കൊന്നും ഒരു ചാനലേ അവർ കണ്ടന്റ് റിലീസ് ചെയ്യും. അത് ഫണ്ട് ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവരാരും ഇതിൽ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങൂല. ഈ ഒരു ഇങ്ങനെ ചെയ്യും ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് എനിക്കിത് അറിയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അതിന് കണക്കായിട്ട് നല്ല വൃത്തിക്ക് ഫണ്ട് പൊട്ടിക്കുകയും ചെയ്യും. ആ രീതിയിൽ ഇൻഫ്ലുവൻസിനെ എല്ലാ ആൾക്കാരും യൂസ് ചെയ്ത് അത് ചിലപ്പോൾ പ്ലസും നെഗറ്റീവും കമൻറ്റ് എല്ലാം അത് ഓൾറെഡി പ്ലാൻഡ് ആണ്. ആദ്യം ഞാൻ മൈൻഡിൽ ചിലപ്പോൾ ഏതൊരു സ്ക്രിപ്റ്റ് എഴുതുന്ന ചിലപ്പോൾ ഡയലോഗ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുവാടാ. അത് മറ്റേ കഥ ഏത് മനഃപൂർവ്വം ഓൾറെഡി എന്നുണ്ട് ഈ ഒരു ഡയലോഗ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഞാൻ എന്ത് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഇറങ്ങുമ്പോൾ തരും. പക്ഷേ അത് ബുദ്ധിക്ക് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇപ്രാവശ്യത്തെ കുഞ്ഞുങ്ങളുടെ കല്യാണം 9ാം ഭാഗം റിലീസായി. 60 ആർട്ടിസ്റ്റ്മാർ അതിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഇതിൽ ജാസി ആഷി അതേപോലെ തന്നെ കുറേ ആൾക്കാർ അതിൻ്റെ അത് വന്നത്. ഈ ജാസി ആഷി ഇടുന്നതിൻ്റെ മുന്നേ എനിക്ക് ഉറപ്പായിരുന്നു ഇവർ ഇതുവരെയായിട്ട് ഒരു വർക്കിലും വന്നിട്ടില്ല. അവർ വർക്കിൽ വന്നു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് വർക്ക് കാണൂല, കാണാണ്ട് തന്നെ ഇവരെ നെഗറ്റീവ് അടിക്കും. ഇവരെ അഭിനയം അവർ ശ്രദ്ധിക്കൂല. അതിനായിട്ട് കുറച്ച് കമൻറ്റുകൾ ഉണ്ടത് ശ്രദ്ധിക്കൂല. അപ്പോൾ ഞാൻ ചിന്തിച്ച് അവരെ നമുക്ക് യൂസ് ചെയ്യാം. ജാസിനെ കണക്ട് ചെയ്ത് അപ്പോൾ ആഷിയായിട്ട് കണക്റ്റായി നേരെ എന്ത് ചെയ്ത് വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ 2 വർക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഒരു വരാൻ പോകുന്നൊരു വർക്കും ഉണ്ട്. സംസാരിച്ചു കഴിഞ്ഞുണ്ടല്ലേ ഒരു വർക്കുണ്ട്, ഇനി വർക്ക് വരുന്നുണ്ട്, അത് കാര്യമായ വർക്കാണ്. അപ്പോൾ അത് പ്ലാൻ ചെയ്ത് ജാസിൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചത് ജാസിയും ആഷിയും ഭയങ്കര അഹങ്കാരികളാണ്, ഭയങ്കര പ്രശ്നക്കാരാന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഇവർ റൂട്ട് വ്യത്യാസമല്ലേ, പിന്നെ എനിക്ക് ഇവരെ എന്ത് വിളിക്കണം എന്ന് പോലും അറിയില്ല. ഡാന്നാണോ ഡീന്നാണോ. ഞാൻ ഷൂട്ടിങ്ങിന് അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ്. അപ്പോൾ ആഷി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 വർഷം മുന്നേ എൻ്റെ ഒപ്പം ആൽബത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആഷി വന്നിട്ടുണ്ട്. ചെയ്ത ആൽബം മനസ്സിലാകുന്നില്ല. അപ്പോൾ മനസ്സിലായി ആൽബത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. പിന്നെ ജാസിയായിട്ട് സംസാരിച്ച് തുടങ്ങി. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഞാൻ ജാസിൻ്റെ ഇടയിൽ ആദ്യം സംസാരിക്കുന്നത്. സത്യം പറയാലോ അവരെ പോലത്തെ കൂൾ മനുഷ്യന്മാരില്ല. അത്രയും പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് ജാസി. സംസാരിക്കാൻ ഭയങ്കര ആഷിയായിക്കോട്ടെ. 2 ആൾക്കാരും ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ട് പൈസക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ആഷിക്കെല്ലാം അത്യാവശ്യം നല്ല ബിസിനസ് കൊണ്ട് ഓനെല്ലാം നല്ല ഫണ്ട് ഉണ്ടാക്കുന്നൊരു ചങ്ങായിയാണ്. ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേങ്കിൽ ജാസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു മൈൻഡ് തന്നെയാണെന്നില്ല. അതല്ലാണ്ട് കമൻറ്റ് കണ്ടിട്ട് ഒരാളെ നമ്മൾ വിലയിരുത്താൻ പാടില്ല. ഞാനത് അന്നത്തോടെ എനിക്ക് മനസ്സിലായി. നമ്മളൊരു പേടിച്ചിട്ടല്ലാന്ന് ഞാൻ അവിടെ പോയി എന്തായിരിക്കും ഇവർ. ജാസിൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂള്, ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും. നമ്മളവിടെ ഷൂട്ട് ഓൾറെഡി അവരെ ഫ്ലാറ്റിൻ്റെ ഏരിയയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. നല്ല നമ്മളെ ട്രീറ്റ് ചെയ്ത് ഞാനിട്ടിങ്ങനെ വരുന്ന വീക്ക് കാറിൽ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ അവർ ഓൾറെഡി യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പം അത്യാവശ്യം എത്രയോ നല്ല സബ്ബും ഉണ്ട്, വാച്ച് ടൈമും എല്ലാം ഫില്ലായ ചാനലാണ്. പൈസ കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. ഞാനിട്ട് ചാനൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പ്രശ്നം. ഞാൻ പറഞ്ഞാൽ എല്ലാ ജാസി അപ്പോൾ ഇതിൽ ഓൾറെഡി ഇപ്പം എന്തായാലും ഒരു 5-6 ലക്ഷം റുപ്യ വന്നിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞാൽ 5-6 ലക്ഷം റുപ്യയെല്ലാം വരുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും റവന്യൂ ഓൾറെഡി വരേണ്ട കണ്ടന്റുകൾ ഉണ്ടായിട്ട് വ്യൂസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് മോണിറ്റേഷൻ ആക്കണം, എന്നാൽ നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. കാരണം അതുപോലും അറിയില്ല. അവരെ വിചാരം ഇത് പൈസ കിട്ടണമെങ്കിൽ കുറേ സബ്ബ് വേണം, അതിനെ പറ്റിയൊന്നും അറിയില്ല. ടെക്നിക്കൽ ടേംസിൽ പിന്നെ പൈസനോട് അങ്ങനെ അത്യാഗ്രഹം ഇല്ല ആൾക്കാരൊന്നും എല്ലാം തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബിൽ ഒരാൾ 1000 സബ്ബും 4000 വാച്ച് ടൈമായി അപ്പോഴും മോണിറ്റേഷൻ ഓണാക്കാൻ നോക്കും. ഞാൻ ഇപ്പോൾ ഒരു 1 വീക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ജാസി ഒന്ന് ആ ചാനൽ പോയിട്ട് ഒന്ന് ശരിയാക്കി കിട്ടാം, കാരണം നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നതല്ലേ. ആഷിനെ കണക്ട് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ആകില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരാഴ്ച ആകുമെന്ന് പറയുന്നുണ്ട്. അവർ തിരക്കുകൊണ്ടായിരിക്കും.